Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ, പിന്നെ ബോസിന്റെ പ്ലാൻ ഒന്നുകൂടെ കേട്ടോ. അതായത് നമ്മള് കാട്ടിലെ ആദിവാസികളാ. ഞാനും നമ്പർ 2 ചേർന്ന് എല്ലാവരെയും ചേസ് ചെയ്യും. അപ്പോൾ നമ്മളെ ആക്രമിച്ച് രക്ഷപ്പെടുത്താനായി മോട്ട് വരും. മനസ്സിലായോ? അപ്പൊ ബോസ് നമ്മളോട് പറയും, ഇവിടെ നിന്ന് പുറത്തേക്ക് പോ, ഇവർ നമ്മുടെ അതിഥികളാണ്. അപ്പോൾ നമ്മൾ പോകും. പിന്നെ മോട്ട് ജനങ്ങളോട് പറയും അവനാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കേ. Well done. നിങ്ങൾ വേഗം ബാക്കിയുള്ളവരെയും പറഞ്ഞയക്കോ. അങ്ങോട്ട് നോക്കൂ. കാട്ടിലെ കാട്ടുവാസികൾ. അവര് നമ്മളെ വെറുതെ വിടും തോന്നില്ല. ആരും ഇവിടെ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ നിങ്ങളുടെപ്പം. മോട്ടു എന്റെ അമ്മോ, എന്റെ തൊപ്പി. നമ്പർ 1, നീ എന്തെടുക്ക അവിടെ? ബോസ്, ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ, ഞങ്ങൾ ആഹാരം കഴിക്കുക. അതിരിക്കട്ടെ, എന്നാ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബോസ് അവരും ഞങ്ങളോടൊപ്പം ആഹാരം കഴിക്കുകയാണ്. എന്ത്? നിങ്ങൾ അവിടെ കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ അമ്പ് വിടുന്നത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ശരിക്കുമുള്ള കാട്ടുവാസികളാണോ? ജോണെ, ശരിയുള്ളവരും ശരിയല്ലാത്തവരും പറഞ്ഞാൽ എന്താ? ഒന്ന് മിണ്ടാതിരിക്കാമോ? ഞാൻ പോണ വഴിക്ക് വെച്ച് എല്ലാം പറഞ്ഞു തരാം. നമ്മളിപ്പോ ശരിക്കുള്ള കാട്ടുവാസികളുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ശരിക്കും കാട്ടിനകത്ത് ജീവിക്കുന്ന കാട്ടുവാസികൾ. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ജോണേ? സോറി, ഞാൻ നിങ്ങളെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു പോയതാ. അതിപ്പോ ഇങ്ങനെ ആയിപ്പോയി. ജോണെ, നീ ജീവിതത്തിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ ഞാനുണ്ടല്ലോ. എന്നെ തല്ലല്ലേ? എന്താ ചെയ്യുന്നത്? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്നെ ഒന്നും ചെയ്യല്ലേ? എന്നെ ഇറക്കി വിടൂ. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. എന്നെ ഇറക്കി വിടൂ പ്ലീസ്. ഞാനാണ് ജോൺ ദി ഡോൺ. എന്നെ ഇറക്കി വിടൂ. ഹലോ, ഞാൻ നല്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളാ, മനസ്സിലായോ? ഇനി നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ നിങ്ങളെ വെറുതെ വിടാം. അല്ലെങ്കിൽ ഹലോ രാജാവേ, മഹാപ്രഭു, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ രുചികരമായ ആഹാരവും ഞാൻ ഉണ്ടാക്കി തരാം. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. വളരെ നന്നായിട്ടുണ്ട്. കുട്ടി മനുഷ്യ, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കേട്ടോ. ഇനി ഇവിടെ തന്നെ താമസിച്ച് നമുക്ക് വേണ്ടി എന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. ഇല്ല,
ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ് ആണ്. അത് ഇപ്പൊ തന്നെ ഒരുപാടായി. നിങ്ങളുടെയൊക്കെ വിശപ്പ് മാറ്റുവാൻ വേണ്ടി ഞങ്ങളെ എന്തിനാണ് വെറുതെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഏയ് മിണ്ടരുത്. നിങ്ങൾക്ക് ആർക്കും ഈ സ്ഥലം വിട്ടു പോകാനുള്ള അനുവാദമില്ല. ഞാനതൊന്ന് കാണട്ടെ, നീ എങ്ങനെ ഞങ്ങളെ തടുക്കുമെന്ന്. രക്ഷിക്കണേ. ഐഡിയ. സർദാർ, നീ ഞങ്ങളുടെ ദോസ്തിനെയാണോ അടിച്ചത്? നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. പത്ലു, എഴുന്നേൽക്ക്, കൈ തരൂ. രക്ഷപ്പെട്ടു. വെൽക്കം ജോൺ. പക്ഷെ നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇതിനൊക്കെ കാരണം ഈ ജോൺ ദ ഡോൺ ആണ്. ഈ ജോൺ കാരനാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇവൻ റിസ്ക് എടുത്ത് തന്നെ നമ്മളെ രക്ഷിക്കാൻ നോക്കട്ടെ. കൈ തരൂ. പിടിച്ചോ. പിടിക്കേ. ചിങ്കം സാറേ, ഇങ്ങോട്ട് കേറി വരൂ. എല്ലാവരും നിൽക്ക്. എന്റെ മേത്ത് കയറി എല്ലാവരും മേലെ പോയല്ലോ. ഇപ്പൊ എന്നെ ആര് മേലെ കേറ്റോ? ജോണേ, നീ ഇപ്പൊ ഈ കാട്ടിലുള്ളവരുടെ കൂടെ ഒരു സവാരിയൊക്കെ ചെയ്തിട്ട് വന്നാ മതി. ബൈ ബൈ. ആക്രമിക്ക്. കള്ളത്തരങ്ങൾ പഠിച്ചു വെച്ചത് നന്നായി പോയി. ഇങ്ങനെ ഈസി ആയിട്ട് എസ്കേപ്പ് ആവാം. എന്നെ നീ വിഡ്ഢിയാക്കി, വിഡ്ഢിയാക്കി. എന്നിൽ നിന്ന് ഓടിപ്പോയി നീ. ഇപ്പൊ നീ എന്റെ ഇത് തല്ലും വാങ്ങി. ഊലാലാഹു, ഊലാലാഹു. അടിക്കാവനെ അങ്ങനെ തന്നെ. എന്റെ അമ്മോ, ടൈഗർ പൊളിച്ചെടുത്തല്ലോ. രക്ഷിക്കണേ. നമുക്ക് ആ കാട്ടുരാജാവിനെ രക്ഷിച്ചേ പറ്റൂ. ഇന്ന് വലിയേട്ടാ, നിങ്ങൾ മേളിലേക്ക് പോയിക്കോളൂ. ഞാൻ ഇതിനെ നോക്കിക്കോളാം. മോട്ടു വന്നാ പിടിച്ചോ. സോറി. കൂട്ടുകാരാ, നീയും തളർന്നിരിക്കുന്നു, ഞാനും തളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ പോയിക്കോട്ടെ.
നിങ്ങൾ ഭയങ്കര ധീരന്മാരാ. ഇന്നു മുതൽ നമ്മളെല്ലാരും കൂട്ടുകാരാ. നിങ്ങൾ എപ്പോ വേണേലും വാ. ജോൺ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നും നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരാം. നോ നോ, ഇവരുടെ ഒപ്പം ഞാൻ വീണ്ടും വരില്ല. ഏയ്, താനെങ്ങും പോകാൻ പോണില്ല. ജീവിതകാലം മുഴുവൻ താൻ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ കൂടെ. എന്ത്? എന്റെ അമ്മച്ചി! Watch India's largest kids library only on Geo Hotstar. Download the app now.